മൻ അറാദൽ ഇൽമ ഫൽയുസബ്ബിരിൽ ഖുർആൻ. മൻ അറാദൽ ഇൽമ, വിജ്ഞാനം ആഗ്രഹിക്കുന്നവരെല്ലാം, വിജ്ഞാനം അന്വേഷിക്കുന്നവരും അർത്ഥിക്കുന്നവരുമെല്ലാം, ഫൽയുസബ്ബിരിൽ ഖുർആൻ, ഖുർആനിന്റെ ആഴങ്ങളിൽ പരിശോധിച്ച്. നഖ്ബിൽ നിന്നാണ് തൻഖീബ് വന്നിട്ടുള്ളത്. തൻഖീബ് എന്നാൽ ആഴത്തിലേക്ക് പോവുക. അൽ ബഹ്തു വത്തൻഖീബ് ഫീ അസ്റാരിഹിൽ കാമിന, അതിൽ ഉള്ളടങ്ങിയ രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങി വീണ്ടും അങ്ങനെ ഇറങ്ങി വീണ്ടും പരിശോധിക്കുക. പരിശോധിച്ചാൽ അതിനപ്പുറം പരിശോധിക്കുക. ഖുർആനിന്റെ ഹുറൂഫുകളിൽ വരെ മഹാരഹസ്യങ്ങളുണ്ട്, ഹറക്കത്തുകളിൽ രഹസ്യങ്ങളുണ്ട്, അതിന്റെ അകാരങ്ങളിലും ഇകാരങ്ങളിലും രഹസ്യങ്ങളുണ്ട്. അക്ഷരങ്ങളിൽ മാത്രമല്ല, അക്ഷരങ്ങൾ പേറി നിൽക്കുന്ന അകാര ഇകാരങ്ങളിൽ വരെ രഹസ്യങ്ങളുണ്ട്. അതാണ് ഖുർആൻ രഹസ്യം. ചില അക്ഷരങ്ങൾ അകാരത്തിലായാൽ ഒരു രീതിയും ഇകാരത്തിലായാൽ വേറെ രീതിയും കാണാം. അങ്ങനെയെല്ലാം മുത്തുനബിയിൽ നിന്ന്, സയ്യിദ്നാ ജിബ്രീലിൽ നിന്ന് മുത്തുനബി കേട്ടിട്ടുണ്ട്. അങ്ങനെയെല്ലാം സമൂഹത്തിന് നൽകിയിട്ടുമുണ്ട്. ഒന്നും അതിൽ കളയാനില്ല, എഡിറ്റ് ചെയ്യാനില്ലാത്ത ഈ വേദഗ്രന്ഥം. അതുകൊണ്ട് എല്ലാം അതിലുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ പൊരുളുകൾ തേടുന്നത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് നൽകിയ ഏറ്റവും മഹത്തായ ഈ വേദഗ്രന്ഥം എന്നതിനപ്പുറം ഒരേ ഒരു ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഒരാൾക്കും കൈകടത്താൻ കഴിയാത്ത ഒരു ഗ്രന്ഥം. വേറെയും വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷേ മനുഷ്യരുടെ കുബുദ്ധികളായ സ്വകീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യന്റെ കൈകടത്തലുകൾ അതിൽ സാധ്യമായിരുന്നു. അതേസമയത്ത് ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൈകടത്തിലും അസാധ്യമാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹഫിളൂൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ ഇന്ന് നമ്മൾ ലോകത്ത് പരിചയപ്പെടുന്ന അനവധി വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങളിലെല്ലാം എന്തെല്ലാം മനുഷ്യൻ കടത്തിക്കൂട്ടി, എന്തെല്ലാം ദൈവിക വചനങ്ങളാണ്, എന്തെല്ലാം പ്രവാചക വചനങ്ങളെ ചേർത്ത് കൊടുത്തതാണ്, അല്ലെങ്കിൽ കേവലം മഹർഷിമാരുടെയും മുനിമാരുടെയും ഒക്കെ സംസാരങ്ങൾ അതിൽ ചേർന്നിട്ടുണ്ട്, കലർന്നിട്ടുണ്ട് എന്നൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ കണ്ടെടുക്കുക എന്നത് വളരെ ശ്രമകരവും പ്രയാസകരവും പലപ്പോഴും അസാധ്യവുമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ അതിൻ്റെ പിന്നാലെയുള്ള യാത്രകൾ പലപ്പോഴും ഉദ്ദിഷ്ട ഫലം ചെയ്യാത്ത വിധത്തിലാവാനാണ് സാധ്യത. എന്നാൽ ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ഗ്രന്ഥത്തിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ നടന്നിട്ടില്ല, അത് അസാധ്യവുമാണ്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ വരെ ഇതിനെ സംരക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ കരാറാണ്, വാഗ്ദത്തമാണ്. തീർച്ചയായും അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്ന് നമ്മൾ വല്ലാത്തൊരു ആത്മവിശ്വാസത്തിലാണ്. കാരണം ദൈവികമായ ഇലാഹിയായ അള്ളാഹുവിന്റെ വചനങ്ങളല്ലാതെ ഒന്നും അതിലില്ല. തികച്ചും അത് അന്യൂനമാണ്. ഒരു ന്യൂനതയും അതിലില്ല. അത് കുറ്റമറ്റതാണ്. മാനവരാശി ഇന്ന് വരെയുള്ള കഠിനാധ്വാനത്തിൽ അതിലൊരു ന്യൂനത കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയോട്ട് കഴിയുകയുമില്ല. എത്രയൊക്കെ ദോഷെതിർക്കുകൾ അതിൻ്റെ പിന്നാലെ വന്നാലും അതിൻ്റെ അന്തിമ സന്ദേശത്തിൽ അവരെല്ലാം തോറ്റു പിന്മാറിയതാണ് ചരിത്രം. എത്രയോ സാഹിത്യപടുക്കളും ബുദ്ധിമാന്മാരും ചിന്തകന്മാരുമെല്ലാം. അപ്പോൾ ഖുർആനിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വല്ലാത്തൊരു ആത്മവിശ്വാസം അയാൾക്കുണ്ട്. ആ കോൺഫിഡൻറ്റ് വളരെ ഉന്നതമാണ്. എന്തുകൊണ്ട്? തികച്ചും ദൈവികമായ വചനങ്ങളിലാണ് ഞാൻ പ്രവേശിച്ചിട്ടുള്ളത് എന്ന ഒരു കൃത്യമായ ബോധം അയാളിലുണ്ട്. തികച്ചും അത് അയാളെ സംബന്ധിച്ചിടത്തോളം മതിയാവും. ഇങ്ങനെയുള്ളൊരു വേദഗ്രന്ഥത്തിൽ പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ പൊരുളുകൾ എത്രയാണ്. ഈ പൊരുളുകൾ അന്വേഷിക്കുക എന്നത് മാനവരാശിയുടെ ബാധ്യതയാണ്. എല്ലാവരുടെയും ബാധ്യത എന്ന് ഞാൻ പറയുന്നില്ല. മുന്നോട്ട് പോകാൻ കഴിയുന്നവർക്കെല്ലാം അത് ബാധ്യതയാണ്. മാനവരാശി ഇന്ന് നേരിടുന്ന സകല പ്രശ്നങ്ങളുടെയും പരിഹാരം അതിനകത്തുണ്ട്. ഇത് ഞാൻ കേവലം ഒരു വാക്കായി സംസാരിക്കുകയല്ല, എൻ്റെ ആത്മാവിൽ നിന്ന് തൊട്ട വാക്കുകൾ നിങ്ങളോട് പറയുകയാണ്. മാനവരാശി നേരിടുന്ന പ്രശ്നങ്ങൾ സാമ്പത്തികമായാലും സാമൂഹികമായാലും രാഷ്ട്രപരമായാലും ആരോഗ്യപരമായാലും വിദ്യാഭ്യാസപരമായാലും പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ പരമായാലും എന്തു തന്നെ നാം എടുത്ത് പരിശോധിച്ചാലും അതിനെല്ലാം കൃത്യമായ പരിഹാരങ്ങൾ, നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി ഖുർആനിൽ കണ്ടെത്താൻ കഴിയും. ആർക്ക് കണ്ടെത്താൻ കഴിയും? അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുന്ന ആളുകൾക്ക് കണ്ടെത്താൻ കഴിയും. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരു തരത്തിലുള്ള ബുദ്ധിയല്ലല്ലോ നൽകിയിട്ടുള്ളത്. എല്ലാവരും ചിന്തിക്കണമെന്നോ എല്ലാവർക്കും ചിന്തിക്കാൻ അനിവാര്യമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നോ അല്ല. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും ബുദ്ധിയുടെ അളവുകളും വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും ലഭിക്കുന്ന അറിവുകൾ വ്യത്യസ്തമാണ്. ഓരോരുത്തർക്ക് ഇതെല്ലാം കൂട്ടിവെച്ച് കാര്യങ്ങളെ അവഗാഹം ചെയ്യാനുള്ള സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് നൽകിയവർ എപ്പോഴും സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും. പണ്ഡിതന്മാർ, വലിയ വലിയ ഭിഷഗ്വരന്മാർ, ശാസ്ത്രപടുക്കൾ, ചിന്തകന്മാർ, സാഹിത്യകാരന്മാർ, കവികൾ, ലോകത്തിന്റെ സകലമായ പ്രശ്നങ്ങളെക്കുറിച്ചും ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ തലങ്ങൾ കൊണ്ടാണ് മാനവ സമൂഹത്തിന്റെ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാലഘട്ടത്തിലും നടത്തിയിട്ടുള്ളത്. ഇന്നതില്ല എന്ന് പറയരുത്. ബുദ്ധിമാന്മാരുടെ കാലം കഴിഞ്ഞുപോയി, ഇനി ബുദ്ധിമാന്മാരില്ല എന്ന് പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാലഘട്ടത്തിലും അവരെ പടക്കാനും മാനവരാശിക്ക് അനുയോജ്യമായ കാര്യങ്ങൾ അപ്പോൾ കണ്ടെത്താൻ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട സ്രോതസ്സുകൾ എല്ലാം നൽകാനും എക്കാലത്തും പ്രാപ്തനുമാണ്. അവൻ ഒരിക്കലും ലുബ്ധനുമല്ല. അതെമ്പാടും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുമുണ്ട്. അപ്പോൾ കഴിവുള്ളവർ ഇന്ന് ലോകത്തുണ്ട്, ഏത് കാലഘട്ടത്തിലും ഉണ്ട്. ഞാൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് മാത്രമല്ല ഇതെടുത്തു പറയുന്നത്. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ഈ അന്യൂനമായ വേദഗ്രന്ഥത്തെ ഒന്ന് അനുധാവനം ചെയ്യണം. അതിൻ്റെ ഉള്ളിലിറങ്ങി അതിനെ പരിശോധിക്കാൻ തയ്യാറാകണം. അങ്ങനെ പരിശോധിച്ചാലോ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകും. എല്ലാ കാര്യങ്ങൾ എന്നാൽ എല്ലാ കാര്യങ്ങളും, പ്രാപഞ്ചിക സംവിധാനങ്ങൾ, പ്രപഞ്ചഘടനയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അതെല്ലാം വളരെ വലിയ നിസ്സാരം മുതൽ സമുന്നതമായ പോയിന്റുകളിൽ വരെ അടുക്ക് ഭദ്രമായി അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുകയാണ്. അതൊന്നും ഒരാൾക്കും നിഷേധിക്കാൻ കഴിയൂല. പക്ഷെ പരിശോധിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു മഹത്തായ വചനത്തിൽ ഇങ്ങനെയുണ്ട്, മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് രേഖപ്പെടുത്തപ്പെട്ടതായിരിക്കണം. മൻ അറാദൽ ഇൽമ ഫൽയുസവ്വിരിൽ ഖുർആൻ. മൻ അറാദൽ ഇൽമ, സ്വഹാബത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു അസറിൽ ഇങ്ങനെ കാണാം, മൻ അറാദൽ ഇൽമ ഫൽയുസവ്വിരിൽ ഖുർആൻ. വിജ്ഞാനം ആർക്കെല്ലാം ആവശ്യമുണ്ടോ, മൻ അറാദൽ ഇൽമ, ആരെല്ലാം ഇൽമിനെ ഉദ്ദേശിക്കുന്നുണ്ടോ, ഫൽയുസവ്വിരിൽ ഖുർആൻ. യുസവ്വിർ എന്ന വാക്കിന്റെ അർത്ഥം തസ്വീർ. എന്താണ് ഈ തസ്വീർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തസ്വീർ എന്നാൽ അൽ ബഹ്സ് വത്തൻഖീബ് ഫീ അസ്റാരിഹിൽ കാമിന എന്ന് ചില വ്യാഖ്യാതാക്കൾ അതിനെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അൽ ബഹ്സ് വത്തൻഖീബ്, എന്താണ് ഈ തസ്വീർ എന്ന വാക്കിന്റെ അർത്ഥം? തസ്വീർ എന്നാൽ അൽ ബഹ്സ് വത്തൻഖീബ് ഫീ അസ്റാരിഹിൽ കാമിന, ആഴത്തിലുള്ള ഉള്ളടങ്ങിയിട്ടുള്ള മഹാരഹസ്യങ്ങൾ, അതിനെക്കുറിച്ച് ഗൗരവമായി നിങ്ങൾ ആഴത്തിലിറങ്ങി പരിശോധിച്ച് ചർച്ച ചെയ്ത് പുറത്തു കൊണ്ടുവരിക. ഫൽയുസവ്വിരിൽ ഖുർആൻ, മൻ അറാദൽ ഇൽമ ഫൽയുസവ്വിരിൽ ഖുർആൻ. സ്വഹാബത്തിൽ നിന്ന് രേഖപ്പെടുത്തപ്പെട്ടതാണെന്ന് ചില രേഖകളിൽ കാണുന്നുണ്ട്. എന്താണെങ്കിലും മഹത്തുക്കളായ ആ സ്വഹാബിൽ നിന്ന് രേഖപ്പെടുത്തപ്പെട്ടതാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിന്ന് വന്ന ഖബറുമാകാം. ഏതായാലും ആ വാക്യം ഇങ്ങനെയാണ്, മൻ അറാദൽ ഇൽമ ഫൽയുസവ്വിരിൽ ഖുർആൻ. മൻ അറാദൽ ഇൽമ, വിജ്ഞാനം ആഗ്രഹിക്കുന്നവരെല്ലാം, വിജ്ഞാനം അന്വേഷിക്കുന്നവരും അർത്ഥിക്കുന്നവരുമെല്ലാം, ഫൽയുസവ്വിരിൽ ഖുർആൻ, ഖുർആനിന്റെ ആഴങ്ങളിൽ പരിശോധിച്ച്. നഖ്ബിൽ നിന്നാണ് തൻഖീബ് വന്നിട്ടുള്ളത്. തൻഖീബ് എന്നാൽ ആഴത്തിലേക്ക് പോവുക. അൽ ബഹ്സ് വത്തൻഖീബ് ഫീ അസ്റാരിഹിൽ കാമിന, അതിൽ ഉള്ളടങ്ങിയ രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങി വീണ്ടും അങ്ങനെ ഇറങ്ങി 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 വീണ്ടും പരിശോധിക്കുക. പരിശോധിച്ചാൽ അതിനപ്പുറം പരിശോധിക്കുക. ഖുർആനിന്റെ ഹുറൂഫുകളിൽ വേറെ മഹാരഹസ്യങ്ങളുണ്ട്, ഹറക്കത്തുകളിൽ രഹസ്യങ്ങളുണ്ട്, അതിന്റെ അകാരങ്ങളിലും ഇകാരങ്ങളിലും രഹസ്യങ്ങളുണ്ട്. അക്ഷരങ്ങളിൽ മാത്രമല്ല, അക്ഷരങ്ങൾ പേറി നിൽക്കുന്ന അകാര ഇകാരങ്ങളിൽ വരെ രഹസ്യങ്ങളുണ്ട്. അതാണ് ഖുർആൻ രഹസ്യം. ചില അക്ഷരങ്ങൾ അകാരത്തിലായാൽ ഒരു രീതിയും വികാരത്തിലായാൽ വേറെ രീതിയും കാണാം. അങ്ങനെയെല്ലാം മുത്തുനബിയിൽ നിന്ന്, സയ്യിദ്നാ ജിബ്രീലിൽ നിന്ന് മുത്തുനബി കേട്ടിട്ടുണ്ട്. അങ്ങനെയെല്ലാം സമൂഹത്തിന് നൽകിയിട്ടുമുണ്ട്. ഒന്നും അതിൽ കളയാനില്ല, എഡിറ്റ് ചെയ്യാനില്ലാത്ത ഈ വേദഗ്രന്ഥം. അതുകൊണ്ട് എല്ലാം അതിലുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക സമൂഹം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ, മനുഷ്യൻ ഇന്ന് രോഗത്തിന്റെ മുന്നിലാണ്. രോഗം പ്രധാനപ്പെട്ട നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന വളരെ വലിയ ഒരു രോഗമാണല്ലോ കോവിഡ്.
അതിൻ്റെ വാക്സിനുമായി ബന്ധപ്പെട്ട് അനവധി കാര്യങ്ങൾ ഇപ്പോൾ അനുകൂലമായും പ്രതികൂലമായും വന്നു കഴിഞ്ഞു. പല രഹസ്യങ്ങളും പല കാര്യങ്ങളും അതിലുണ്ട്. ഞാൻ അതിനൊന്നും എതിർക്കുകയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതെല്ലാം ആഴത്തിലിറങ്ങി പരിശോധിക്കാൻ തയ്യാറായാൽ, ഖുർആന്റെ ആഴത്തിലിറങ്ങി പരിശോധിക്കാൻ തയ്യാറായാൽ വളരെ നാച്ചുറലായി മനുഷ്യന് ഒരു ദോഷവുമില്ലാത്ത ധാരാളം മരുന്നുകൾ ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഇത് ഞാനൊരു വിടുവായത്വം പറയുന്ന കാര്യമല്ല, തീർച്ചയായും കണ്ടെത്താൻ കഴിയും. തീർച്ചയായും കണ്ടെത്താൻ കഴിയും. വളരെ നാച്ചുറലായ മെഡിസിൻ, വളരെ നാച്ചുറലായ യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ മനുഷ്യനെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇന്നത്തെ ലോകത്തിന്റെ സാമ്പത്തിക സ്ഥിതി. മാനവരാശിയെ ദാരിദ്ര്യം വിഴുങ്ങും എന്ന പേടിയില്ല. ദാരിദ്ര്യം പോലെ പ്രയാസകരമായ ഒരു കൂട്ടുകാരനും വേറെയില്ലെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദാരിദ്ര്യം പോലെ ഒരു പ്രയാസവുമില്ല, ദാരിദ്ര്യം പോലെ ഒരു കൂട്ടുബന്ധവുമില്ല, ഒരു പ്രയാസകരമായ കൂട്ടുബന്ധവുമില്ല. മനുഷ്യരാശി കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രയാസകരമായ കൂട്ടുബന്ധം ദാരിദ്ര്യവുമായുള്ള കൂട്ടുബന്ധമാണ് എന്നാണ് പുണ്യ റസൂൽ മുസ്തഫ പറഞ്ഞിട്ടുള്ളത്. ഏത് കാലഘട്ടത്തിലും മാനവരാശിയുടെ മുന്നിലുള്ള ചോദ്യമാണ്. അതിന് ഓരോ കാലഘട്ടത്തിന്റെയും പരിഹാരം വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യസ്തമായ പരിഹാരങ്ങളിൽ ഇറങ്ങി ചിന്തിക്കാൻ കരുത്തുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. അവർ അത് പരിശോധിക്കാൻ തയ്യാറാകും. ഞാൻ കേവലം ഒരു ഹാമീം എന്ന വാക്കിൽ മാത്രം ഒതുങ്ങിയല്ല സംസാരിക്കുന്നത്. ഖുർആനിന്റെ ഈ 6000 ചില്ലാനും വചനങ്ങളിലെ അകപ്പൊരുൾ തേടാൻ കഴിവുള്ള ആളുകളുണ്ട്. അവർ ആ പൊരുളുകൾ തേടി മുന്നോട്ട് പോകണം. എന്നാൽ മാനവരാശിയുടെ ഇന്നത്തെ മുഴുവൻ പ്രശ്നങ്ങളുടെ പരിഹാരം ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അങ്ങനെ തന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിലെ ശാസ്ത്രം എന്താണ്, വിജ്ഞാനം എന്താണെന്നറിയാത്ത യൂറോപ്യൻ സമൂഹത്തിന് വിജ്ഞാനം എത്തിച്ചു കൊടുത്തത് ഈ അറബികളാണ്. അറബികൾക്ക് എവിടുന്നാ വിജ്ഞാനം കിട്ടിയത്? അറബികളെ അറിയാമല്ലോ. ഇടമത്സരവും കൊള്ളയും ആയി ജീവിതോപാധി കണ്ടെത്തിയ ഒരു ജനതയായിരുന്നു പലപ്പോഴും അറബികൾ. കുറച്ചൊക്കെ കച്ചവടവും ധാരാളം കൊള്ളയും പിന്നെ കിടമത്സരങ്ങളും കുടുംബപരമായ വഴക്കുകളും യുദ്ധങ്ങളും നിസാരപ്പെട്ട കാര്യങ്ങൾക്കുള്ള ശണ്ടകളും. ഇങ്ങനെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ആയുസ് കളഞ്ഞിരുന്ന ഒരു ജനതയ്ക്ക് അനർഘമായ ഒരു സമ്പത്ത് അല്ലാഹു നൽകി. ആ സമ്പത്ത് കൊണ്ട് അവർ കിഴക്കും പടിഞ്ഞാറും വെളുപ്പിച്ചു. മാനവരാശിയുടെ മുന്നിൽ അവർ ഇറങ്ങിച്ചെന്നു. മാനവരാശി ഇതിൽ നിന്ന് ശാസ്ത്രം പഠിച്ചു. ചിന്താമണ്ഡലങ്ങൾ ഉണർന്നു. മനുഷ്യൻ ഭൂമിയിലിരുന്ന് ടെക്നിക്കൽ സാഹചര്യങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ മനുഷ്യൻ മഹാലോകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. ഭൂമിയുടെ ഗ്രാവിറ്റി പൊസിഷൻ കണ്ടെത്തുന്നത് സത്യത്തിൽ അറബികളാണ്. പിൽക്കാലഘട്ടത്തിൽ അത് ഹൈജാക്ക് ചെയ്യപ്പെട്ടു പോയി എന്നാണ് എന്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ച് പിന്നീട് പറയാം. അല്ലാതെ ഏതെങ്കിലും ഒരു ആപ്പിൾ വീണപ്പോൾ ഐസക് ന്യൂട്ടന് കിട്ടിയ നിധിയൊന്നുമായിരുന്നില്ല സത്യത്തിൽ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ കേന്ദ്രത്തെ കുറിച്ചുള്ള ധാരണ. അതിന്റെ എല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബികൾക്ക് അതേക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു. എവിടുന്നാണ് അവർക്കിത് കിട്ടി? വിശ്വചരിത്ര സംഗ്രഹത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ മാനവരാശിയുടെ വിജ്ഞാനത്തിന്റെ സമ്പത്ത് അറബികളില്ലായിരുന്നുവെങ്കിൽ കൊള്ളലും കൊടുക്കലും നടക്കുമായിരുന്നില്ല. അവർ പ്രവാചകന് ശേഷം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സേവനം മാനവ സമൂഹത്തെ വിദ്യുൽ സദസ്സുകൊണ്ട് ജ്വലിപ്പിച്ചു എന്നതാണ്. എവിടുന്നാണ് ഇവർക്ക് ഈ മഹാജ്ഞാനം കിട്ടിയത്? ഇതിന്റെ അടിസ്ഥാനം പരിശുദ്ധ ഖുർആനാണ്, യാതൊരു സംശയവുമില്ല. വിജ്ഞാനം നൽകിയെന്ന് മാത്രമല്ല, ആ വിജ്ഞാനത്തിന് വലിയ പ്രേരണയും നൽകി. അസീറുൽ ഖുർആൻ ഫഇന്ന ഫീഹി ഖബറുൽ അവ്വലീന വൽ ആഖിരീൻ. നിങ്ങൾ ഏത് വിജ്ഞാനം അന്വേഷിക്കുകയാണെങ്കിലും നിങ്ങൾ ഖുർആനെ തിരഞ്ഞെടുത്ത് അന്വേഷിക്കണം. ഖുർആനിലൂടെ വിജ്ഞാനത്തെ അന്വേഷിക്കണം. അസീറുൽ ഖുർആൻ ഫഇന്ന ഫീഹി ഖബറുൽ അവ്വലീന വൽ ആഖിരീൻ. മുമ്പുള്ളവർ പിമ്പുള്ളവർ എല്ലാവരുടെയും മുമ്പുള്ളവർ എങ്ങനെ ജീവിച്ചു, എവിടെയാണ് അവർക്ക് പിഴച്ചത്, എന്തിനൊരു അടിസ്ഥാന കാരണമുണ്ടാകും. ആ കാരണത്തെ വ്യക്തമായ ഖുർആന്റെ ഭാഷയിൽ, വരികൾക്കിടയിൽ, അക്ഷരങ്ങൾക്കിടയിൽ അനർഘരത്നങ്ങളായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ആഴത്തിൽ ചിന്തിച്ചാൽ ഉയർന്നിൽക്കുന്ന ഒരു സരസിന്റെ തെളിമ പോലെ ആ ആഴങ്ങളിൽ എവിടെ നിന്നാണ് അവർക്ക് വിജയമുണ്ടായതെന്നും എവിടെ നിന്നാണ് പരാജയമുണ്ടെന്നും കണ്ടെത്താൻ കഴിയും. ഫഇന്ന ഫീഹി ഖബറുൽ അവ്വലീന വൽ ആഖിരീൻ. മുമ്പുള്ളവരുടെയും പിമ്പുള്ളവരുടെയും എല്ലാ വിജയ പരാജയങ്ങളുടെയും സ്രോതസ് ഖുർആനിൽ അന്തർലീനമാണ്. എന്തുകൊണ്ട് നമ്മൾ അത് പഠിച്ചുകൂടാ? മാനവരാശിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതല്ലേ? പ്രശ്നങ്ങളുടെ മുന്നിലല്ലേ സമൂഹം? ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, കിടമത്സരങ്ങൾ,
ഇതെല്ലാം മനുഷ്യന്റെ മുന്നിൽ വലിയ പ്രയാസങ്ങളായി നിൽക്കുന്നില്ലേ? നിലനിൽപ്പുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന സമൂഹങ്ങൾ, സാഹചര്യങ്ങൾ, രാഷ്ട്രങ്ങൾ എന്തൊക്കെയാണ് ലോകത്തുള്ളത്? ഇതിനെല്ലാം ഒരു അടിസ്ഥാനപരമായ, വളരെ അടിസ്ഥാന സത്യം, സമയം നഷ്ടപ്പെടാതെ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് കാര്യങ്ങൾ നഷ്ടപ്പെടാതെ കൃത്യമായും വളരെ ഗൗരവമായ വിഷയങ്ങളിലേക്ക് അവൻ എത്തിച്ചേരാൻ കഴിയും. ഒരിക്കലും വൃഥാവിലാവില്ല. പുഴയിലിറങ്ങിയിട്ട് പൊന്നരിക്കുന്ന ചില ആളുകളെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ പുഴയിൽ പഴയ കാലത്ത് മണലുകൾക്കിടയിൽ പൊന്നുണ്ടാകുമെന്ന് പറഞ്ഞ് പൊന്നരിക്കും. അങ്ങനെ പൊന്നരിച്ചു നോക്കിയാൽ ചിലർ കിട്ടും ചെയ്യും. പക്ഷെ അതിനു വേണ്ടി അവർക്ക് ഒരു ദിവസത്തെ പണി മുഴുവനും എടുത്താൽ ചിലപ്പോൾ ഒന്നും കിട്ടില്ല. ചിലപ്പോൾ ചില ദിവസങ്ങൾ എന്തെങ്കിലും മീനിങ്ങുകൾ കിട്ടും. അത് തന്നെ വലിയ കാര്യമായിരിക്കും. അപ്പോൾ വീണ്ടും ലോട്ടറി അടിക്കും പോലെ പിറ്റേന്നും അങ്ങനെ തന്നെ ചെയ്യും. അതിനുവേണ്ടി മരവികൾ പോലെയുള്ള ചില പ്രത്യേകമായ പാത്രങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ പൊന്നരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അവരുടെ ദിവസങ്ങൾ വൃഥാവിലാവും. എന്തുകൊണ്ട്? ഈ വെള്ളത്തിലിറങ്ങി മുങ്ങിയിട്ട് മണലും അടക്കം കോരിയെടുത്ത് അതിങ്ങനെ അരിച്ചടിച്ചെടുത്ത് അതിൽ നിന്ന് സ്വർണത്തെ പരിശോധിക്കുകയാണെന്ന രീതിയാണ് അവരുടെ രീതി. പലപ്പോഴും കിട്ടില്ല. എന്നാൽ ഖുർആനെ പരിശോധിക്കുന്നവർക്ക് തീർച്ചയായും കിട്ടും. ഒരിക്കലും അത് പൊന്നരിപ്പ് പോലെയല്ല, ഒരിക്കലുമല്ല. എപ്പോഴെങ്കിലും സ്വർണത്തിന്റെ മിനിങ്ങുകൾ കിട്ടിരുന്ന പൊന്നരിപ്പുകാരനെ പോലെയല്ല ഖുർആന്റെ ഗവേഷകൻ. ഓരോ സെക്കൻഡിലും അനർഘമായ രത്നങ്ങൾ അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും, യാതൊരു സംശയം. അതുകൊണ്ടാണ് നിങ്ങൾ അസീറുൽ ഖുർആൻ ഫഇന്ന ഫീഹി ഖബറുൽ അവ്വലീന വൽ ആഖിരീൻ എന്ന് പറയാനുള്ള കാരണം. ഫഇന്ന ഫീഹി ഖബറൽ അവ്വലീന വൽ ആഖിരീൻ, മുമ്പുള്ളവരുടെയും പിമ്പുള്ളവരുടെയും എല്ലാ വിജ്ഞാനങ്ങളും അതിൽ അന്തർലീനം. മൻ അറാദൽ ഇൽമ ഫൽയുസബ്ബിരിൽ ഖുർആൻ, വിജ്ഞാനം വേണ്ടവർ പരിശുദ്ധ ഖുർആനിന്റെ ആഴങ്ങളിൽ പരിശോധിച്ചോട്ടെ. പരിശുദ്ധ സൂറത്തുൽ മുൽക്കിൽ ഒരു വചനമുണ്ട്, ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. സൂറത്തുൽ മുൽക്ക് 23-ാമത്തെ വചനം. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. നിങ്ങളെ അവനാണ് സംവിധാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ണും കാതും ഹൃദയവും മസ്തിഷ്കവും എല്ലാം നൽകിയത് അല്ലാഹുവാണ്. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ. പക്ഷേ ഖലീലൻ മാ തശ്കുറൂൻ, നിങ്ങളിൽ കുറഞ്ഞ ആളുകൾ മാത്രമേ നന്ദി ചെയ്യുന്നുള്ളൂ. ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. നിങ്ങളെ അവനാണ് സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമായ ചെവിയും കണ്ണും ഹൃദയവും എല്ലാം സംവിധാനിച്ചത് അവനാണ്. ഖലീലൻ മാ തശ്കുറൂൻ, നിങ്ങളിൽ നന്ദി ചെയ്യുന്നവർ വളരെ ചുരുക്കം. എന്താണ് ഈ അവയവങ്ങളെ മാത്രം ഇവിടെ എടുത്തു പറയാനുള്ള കാരണം? ഈ അവയവങ്ങൾ മനുഷ്യനെ എന്തിനാണ് ഈ ഭൂവാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു എന്ന അടിസ്ഥാന പൊരുളുകൾ കണ്ടെത്താൻ അനിവാര്യമായ കാര്യങ്ങളാണ് അല്ലാഹു തആല ഇതുവഴി സംവിധാനിച്ചിട്ടുള്ളത്. അവന്റെ ചെവി അവൻ തുറന്നു വെക്കണം, അവന്റെ കണ്ണിനെ തുറന്നു വെക്കണം, അവന്റെ ഹൃദയവും മസ്തിഷ്കവും എല്ലാം അതിന്റെ കൃത്യതയിൽ വെക്കണം. അങ്ങനെ ചെയ്താൽ വളരെ വലിയ ആഴത്തിലുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകാൻ അവന് കഴിയും. അതാണ് നന്ദി. തന്റെ ദൈവത്തെ, തന്റെ സ്രഷ്ടാവിനെ കണ്ടെത്തുന്ന സായുജ്യമാണ് ഏറ്റവും വലിയ നന്ദി. അത് ഈ ലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും. ഖലീലൻ മാ തശ്കുറൂൻ, നിങ്ങളിൽ നന്ദി ചെയ്യുന്നവർ ഏറെ കുറവാണ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിസ്കരിക്കുന്നവർ, നോമ്പ് നോക്കുന്നവർ എന്ന് മാത്രമല്ല. അതെല്ലാം അതിന്റെ അർത്ഥത്തിലെ താഴെ തലത്തിലെ അർത്ഥം മാത്രമേ വരൂ. കേവലം ഉരുവിടുന്നവർ എന്നോ കേവലം ആരാധനയുടെ ജടിലമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ എന്നോ വരുന്നത് അതിന്റെ എത്രയോ താഴെയുള്ള വ്യാഖ്യാനങ്ങളിൽ ആയേക്കാം. എന്നാൽ അടിസ്ഥാനപരമായ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ, എന്തിനാണത്? കണ്ടെത്താൻ വേണ്ടിയാണ്. ആരെ കണ്ടെത്തുക? തന്റെ ഇലാഹിനെ കണ്ടെത്തുക. അതുവഴി തന്നെ കണ്ടെത്തുക. തന്റെ ലോകവും തന്റെ പരിസരവും ഈ കാണുന്നതെല്ലാം കണ്ടെത്തുക. തന്നിലേക്ക് തന്നെ തിരിച്ചു വരിക. എന്തുകൊണ്ട്? സ്രഷ്ടാവായ അല്ലാഹുവിന് ഒന്നും ആവശ്യമില്ല. നിനക്കാവശ്യമുള്ളതാണ് ഈ സംവിധാനം. ഈ ഉരുളുകൾ ഇങ്ങോട്ടിറക്കിയിട്ടുള്ളത് എനിക്കും നിനക്കും വേണ്ടിയാണ്. അതിലൂടെ നാം നമ്മെ തന്നെ അന്വേഷിക്കുകയാണ്. നമ്മുടെ സൗഖ്യം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ മറ്റുള്ള നേട്ടങ്ങൾ ഇതെല്ലാം അന്വേഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. ഈ ഖലീലൻ മാ തശ്കുറൂൻ എന്നതിന് പലപ്പോഴും നമ്മൾ നിസ്കരിക്കുന്നവരും നോമ്പ് വെക്കുന്നവരും വളരെ കുറവാന്ന് പറയും.
അതൊക്കെ അതിന്റെ താഴെ തലത്തിലുള്ള വ്യാഖ്യാനം മാത്രമാണ്. എന്തിനാണ് കണ്ണും കാതും? എന്തിനാണ് നെറ്റിത്തടം എന്നല്ലല്ലോ പറഞ്ഞത്. നിനക്ക് ഞാൻ നെറ്റി തന്നില്ലേ, കൈപ്പത്തിയും കാൽപ്പാടും തന്നില്ലേ എന്നല്ലല്ലോ പറഞ്ഞത്. സാഷ്ടാംഗം ചെയ്യുന്നവർ എന്നല്ലല്ലോ പറഞ്ഞത്. സാഷ്ടാംഗത്തിന്റെ അവയവങ്ങളല്ലല്ലോ പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? ഈ അവയവങ്ങളുടെ ഉപയോഗം എന്താ? ഈ അവയവങ്ങളുടെ ഉപയോഗം ആ മനനം ചെയ്യാൻ ആവശ്യമായ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുക എന്നതാണ്. അതിനാവശ്യമായതെല്ലാം ഖുർആന്റെ പൊരുളുകളിലുണ്ട്. അതുകൊണ്ട് പൊരുളുകൾ തേടുക എന്നത് ഇലാഹിനെ കണ്ടെത്തുന്ന ഭാഗമാണ്. ഇലാഹിനെ കണ്ടെത്തുന്നത് നീ നിന്നെ കണ്ടെത്തുകയാണ്. ഒരാൾ ഇലാഹിനെ കണ്ടെത്തുന്നത് ഇലാഹിനെയല്ല കണ്ടെത്തുന്നത്, പകരം അവനിലൂടെ ഇലാഹിനെ കണ്ടെത്തുകയാണ്. ഇലാഹിനെ അന്വേഷിക്കുന്നവൻ അവന്റെ പൊരുളുകളെ അറിയുകയാണ്, അവന്റെ പരിസരം അറിയുകയാണ്. ഈ അറിവിലൂടെ എന്തുണ്ടായിത്തീരും? ഉണ്ടായിത്തീരുക പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ സകല പ്രശ്നങ്ങളും അതിലൂടെ പരിഹരിക്കപ്പെടും. പരിഹരിക്കപ്പെട്ട വിവരം പോലും നാം അറിയാതെ പരിഹരിക്കപ്പെടും. ഒരു പരിഹാരം എന്ന നിലക്കല്ല, പകരം അത് പരിഹരിച്ചു പോകും. എന്തുകൊണ്ട്? അത്രയും വലിയ ഉദയസൂര്യനാണ്, അസ്തമിക്കാത്ത ഉദയസൂര്യനാണ് പരിശുദ്ധ ഖുർആൻ. ഒരിക്കലും അതിന് ഉറവില്ല. ഒരിക്കലും ഖുർആൻ അസ്തമിക്കുകയില്ല, അതിന്റെ പൊരുളുകളും അസ്തമിക്കില്ല. എന്തുകൊണ്ട്? ഒരാളുടെ ബുദ്ധി കൊണ്ട് അയാൾ ഖുർആനെ വെച്ച് ചിന്തിച്ചാൽ അയാളുടെ ബുദ്ധി അവസാനിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അതിനേക്കാൾ അനർഘമായ കഴിവുള്ള അള്ളാഹു നൽകിയ മഹാബുദ്ധിയുള്ള വേറൊരാൾ ജനിക്കും. വേറൊരാൾ അതിനപ്പുറം കണ്ടെത്തും. ഒരിക്കലും കണ്ടെത്തലിന് അവസാനമില്ല. കണ്ടെത്തലിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യരുത്. ചിലപ്പോൾ കണ്ടെത്തലുകൾ അബദ്ധമാണെങ്കിൽ പോലും ആ അബദ്ധങ്ങളിലേക്ക് അയാൾ ജനങ്ങളെ നയിക്കുകയും ആ അബദ്ധങ്ങളെ അയാൾ ബാലിശമായ വാദഗതികളിലൂടെ അബദ്ധങ്ങളെ അയാൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അയാളെ വിലക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടത്. തിരുത്തിയിട്ടും അയാൾ ആ ബാലിശമായ അബദ്ധങ്ങളിൽ പിടിച്ചു തൂങ്ങിയാൽ മാത്രമാണ് അയാൾ വർദ്ധിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യേണ്ടത്. അബദ്ധങ്ങൾ സ്വാഭാവികമാണ്. എപ്പോഴും കൃതികൾ ചെയ്യുന്നവർക്കല്ലേ വികൃതി ഉണ്ടാകൂ. ഒന്നും ചെയ്യാത്തവന് എന്ത് വികൃതിയാണ്? അപ്പോൾ കണ്ടെത്തലിനെയും നിരുത്സാഹപ്പെടുത്തരുത്. കണ്ടെത്തൽ എന്താണെങ്കിലും ഉന്നതമാണ്. അബദ്ധമായാൽ പോലും അബദ്ധത്തിനും പ്രതിഫലമുണ്ടാവും. എന്തുകൊണ്ട്? സുബദ്ധത്തെ അന്വേഷിച്ച് പോകുന്ന മനുഷ്യൻ എന്താണെങ്കിലും സ്രഷ്ടാവല്ലല്ലോ. പലപ്പോഴും അബദ്ധങ്ങളും ദൗർബല്യങ്ങളും അവനിൽ വന്നേക്കാം. എന്നാലും അവനെ നാം അംഗീകരിക്കണം. അന്വേഷിച്ച് കണ്ടെത്തുക. അന്വേഷണങ്ങൾ അബദ്ധങ്ങളായാലും അതിന്റെ പിറകിൽ ഉന്നതമായ മാനവരാശിയെ ജ്വലിപ്പിക്കുന്ന ജീവിപ്പിക്കുന്ന അനർഘമായ വിജ്ഞാനത്തിന്റെ മഹാരഹസ്യങ്ങളും സമ്പത്തുക്കളും പിന്നീട് വരാനുള്ള സാധ്യതയുണ്ട്. അബദ്ധങ്ങളാണ് ഒരാൾ കണ്ടെത്തിയതെങ്കിൽ പോലും അന്വേഷിച്ചു എന്ന കാര്യത്തിൽ അയാൾ പ്രശംസനീയനാണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഒരാൾ കണ്ടെത്തിയാലോ അത് യാഥാർത്ഥ്യങ്ങളുമായി അയാൾ തട്ടിച്ചു നോക്കണം. ജ്ഞാനവൃദ്ധരായ പണ്ഡിത പ്രതിഭകളുമായി കാര്യങ്ങളെ ചർച്ച ചെയ്യണം. അങ്ങനെ വരുമ്പോൾ പുതിയ പുതിയ മഹാസത്യങ്ങൾ ഇനിയും ഖുർആനിൽ നിന്ന് പുറത്തു വരേണ്ട എല്ലാ സത്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്, തികച്ചും മൗഢ്യമാണ്. ആ മൗഢ്യത്തെക്കാൾ വലിയ ഒരു മൗഢ്യം ഇല്ല. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള പ്രപഞ്ച യാഥാർത്ഥ്യത്തിന്റെ കാൽഭാഗം പൊരുളുകൾ പോലും ഇന്നും മാനവരാശിക്ക് അപ്രാപ്യവും ഇന്നും മാനവരാശി എത്തിച്ചേരാത്തതുമാണെന്നാണ് എൻ്റെ വളരെ ഉറച്ച വിശ്വാസം. ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റവും പ്രവർത്തിപ്പിക്കാത്ത അനവധി കാര്യങ്ങൾ ഇപ്പോഴും അതിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്. എല്ലാ നിലയിലും മാനവരാശിയുടെ മുഴുവനും കാര്യങ്ങൾ ഖുർആനിലുണ്ട്. മാനവരാശിയുടെ മുഴുവനും ആരോഗ്യം ഖുർആനിലുണ്ട്. മാനവരാശിയുടെ മുഴുവനും സാമ്പത്തികം ഖുർആനിലുണ്ട്. മാനവരാശിയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ഖുർആനിലുണ്ട്. അതിന്റെ ഒരു 10% പോലും ഇന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ അന്വേഷകന് സ്പേസ് വളരെ കൃത്യമായി കിടക്കുകയാണ്. അന്വേഷിക്കുക തന്നെ വേണം. അന്വേഷിക്കുന്നവൻ എന്താണെങ്കിലും പ്രശംസനീയനാണ്. അന്വേഷിക്കാൻ എത്ര കാലം കഴിഞ്ഞു? 1400 കൊല്ലം കഴിഞ്ഞില്ലേ? പലരും അന്വേഷിച്ചില്ലേ എന്നൊന്നും പറഞ്ഞു പോകരുത്. അന്വേഷിക്കുന്നവന് ഇനിയും സ്പേസ് ഉണ്ട്. പലതും ഇപ്പോഴും അന്വേഷിച്ചിട്ടില്ല. പിന്നെ അന്വേഷകന്റെ കാര്യം പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന്റെ സാഹചര്യമാണ് ആ കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളെ പുറത്തു കൊണ്ടുവരിക. അതും ചിന്തിക്കണം. ചില മുൻഗാമികളായ വലിയ ആളുകൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ മുന്നിൽ പ്രശ്നമല്ലാത്ത കാര്യങ്ങളുടെ മുന്നിൽ പലപ്പോഴും അവർ ആ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാവില്ല. അത്തരം കാര്യങ്ങളിൽ ഇടപെടുക,
അക്കാലത്തെ ഒരു വൃഥാവിലായ കർമ്മമായി കണക്കാക്കപ്പെടും. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പലതായി പുതിയതായി വന്നു. അപ്പോൾ അതിനെ വെച്ച് ചിന്തിക്കണം. അത്തരം കാര്യങ്ങൾ മുൻഗാമികൾ ചിന്തിച്ചിട്ടുമില്ല. സ്പേസ് വളരെ കൃത്യമായി കിടക്കുകയാണ്. ഖുർആനിന്റെ പൊരുളുകൾ തേടിയിറങ്ങണം. അതിന്റെ അക്ഷരങ്ങളിൽ, ആ അക്ഷരങ്ങളുടെ അകാരങ്ങളിൽ ഇകാരങ്ങളിൽ പോലും മഹാ അനർഘ വിജ്ഞാനങ്ങൾ നിറഞ്ഞു കിടപ്പാണ്. അത് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്താനുള്ള ശക്തിയും ശേഷിയും സർഗസിദ്ധിയും പ്രതിബദ്ധവും എല്ലാം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, മാനവരാശിക്ക് നൽകിയിട്ടുണ്ട്. ഖുർആനെ വെച്ച് ഒരു മുസ്ലിമല്ല ഒരു അമുസ്ലിം ചിന്തിച്ചാലും പ്രശംസിക്കണം. എന്തുകൊണ്ട്? മുസ്ലിമിന് വേണ്ടി മാത്രമുള്ള ഗ്രന്ഥമല്ല ഖുർആൻ. ഖുർആൻ മാനവരാശിക്കുള്ള ഗ്രന്ഥമാണ്. ഖുർആൻ മാനവരാശിക്ക് വേണ്ടിയാണ്. മനുഷ്യനെ ബാധിച്ചിട്ടുള്ള ഇരുട്ടുകളിൽ നിന്നും, എല്ലാത്തരം ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിന്റെ അടിസ്ഥാനപരമായ സത്യത്തിലേക്കും സ്രോതസ്സിലേക്കും മനുഷ്യനെ കൈപിടിച്ചുയർത്താൻ വേണ്ടി വന്നിട്ടുള്ള ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നാം ചിന്തിക്കണം. അതുകൊണ്ട് ഒരു മുസ്ലിം ചിന്തിക്കണമെന്നല്ല, ഒരു അമുസ്ലിമിനും ഖുർആനെ കുറിച്ച് ചിന്തിക്കാം. എത്രയെത്രയോ യോഗികൾ, ഋഷികൾ, വലിയ വലിയ ആളുകൾ ഖുർആനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടല്ലോ. പരിശുദ്ധ സൂറത്തു യാസീൻ വ്യാഖ്യാനം പറഞ്ഞ് എഴുതിയ ഒരാളാണ് ഗുരു നിത്യചൈതന്യയതി. അങ്ങനെ ധാരാളം ആളുകൾ വേറെയും ഉണ്ട്. ഖുർആന്റെ പൊരുളുകൾ തേടിപ്പോയ എത്രയോ ആളുകൾക്കുണ്ട്. അവരൊന്നും കൃത്യമായി മുസ്ലിം എന്ന് പറഞ്ഞ ഒരു ഫ്രെയിമിൽ നിന്നവരൊന്നും അല്ല. പക്ഷേ ഖുർആൻ എന്നതൊരു മഹാസത്യമാണെന്ന് മനസ്സിലാക്കുകയും അതിന്റെ പൊരുളുകൾ തേടിപ്പോവുകയും ചെയ്തതിൽ വളരെ വലിയ ആളുകളുണ്ട്. അനവധി ആളുകളെ നമുക്ക് ഈ ഭാരതത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് ഇപ്പോഴും സ്പേസ് ബാക്കിയാണ്, സൊസൈറ്റിയും ബാക്കിയാണ്. ഒരു മനുഷ്യന് നൽകുന്ന, അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം വിജ്ഞാനമാണ്. നിഅമൽ അത്വിയ കലിമത്തു ഹഖിൻ തസ്മഉഹാ ثم تحملها الى اخلك وتعلمها اياه എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم نعم العطيه كلمه حق تسمعها ثم تحملها الى اخلك وتعلمها اياه. نعم العطيه ഏറ്റവും വലിയ സമ്മാനം കലിമത്തു ഹഖിൻ, യാഥാർത്ഥ്യത്തിന്റെ ഒരു വാക്കാണ്. ഏറ്റവും വലിയ സമ്മാനമാണ്. ഏറ്റവും വലിയ സമ്മാനം രത്നമോ വൈഢൂര്യമോ പുഷ്യരാഗമോ മാണിക്കമോ കൊമേതകമോ അല്ല. ഏറ്റവും വലിയ സമ്മാനം കലിമത്തു ഹഖിൻ, യാഥാർത്ഥ്യത്തിന്റെ ഒരു വചനമാണ്. തസ്മഉഹാ, അത് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. സുമ്മ തഹ്മിലുഹാ, എന്നിട്ട് നീ അത് വഹിക്കുക. ഇലാ അഖിലക്, നിന്റെ മറ്റൊരു മനുഷ്യ സഹോദരൻ, മറ്റൊരു സഹോദരന് അത് നീ എത്തിച്ചു കൊടുക്കാൻ, അതുകൊണ്ട് എത്തിച്ചു കൊടുക്കുക. ഫതുഅല്ലിമുഹാ ഇയ്യാ, നീ പഠിച്ചിട്ടുള്ള, നീ ഉൾക്കണ്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യം അത് നീ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ പൊരുൾ ഒരു മനുഷ്യനായ ഒരു സഹോദരന് നീ അത് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ സമ്മാനം അയാൾക്ക് നൽകാൻ നിന്റെ കയ്യിലില്ല, നിനക്ക് നൽകാൻ ഈ പ്രകൃതിയിലുമില്ല. നിഅമൽ അത്വിയ, നിഅമൽ അത്വിയ എന്നാണ് പുണ്യ റസൂൽ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ സമ്മാനം അഥവാ ഈ പ്രപഞ്ച പൊരുളുകളിൽ നിന്ന് നിനക്ക് കിട്ടിയ ഒരു കാര്യം, അനർഘമായ സമ്മാനം കലിമത്തു ഹഖിൻ, ഒരു യാഥാർത്ഥ്യത്തിന്റെ വചനത്തിൽ, ഒരു സത്യത്തിൽ നീ എത്തിച്ചേർന്നു. നീ കേട്ടു, നീ അറിഞ്ഞു, നീ ഉൾക്കൊണ്ടു, നീ മനനം ചെയ്തു. എങ്ങനെയോ ആകട്ടെ നിനക്കൊരു യാഥാർത്ഥ്യത്തിന്റെ പൊരുൾ കിട്ടി, നീ അത് ഉൾക്കൊണ്ടു. എന്നിട്ടോ സുമ്മ തഹ്മിലുഹാ ഇലാ അഖിലക്, ഒരു മാനവ സഹോദരന്, മാനവരാശിയിലെ ഏതെങ്കിലും ഒരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ നീ അത് വഹിച്ചു കൊണ്ടുപോയി നിന്റെ ഹൃദയത്തിൽ. അതാണ് വജഅലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ എന്ന് പറഞ്ഞു. നീ അത് വഹിച്ചു കൊണ്ടുപോയി. എന്നിട്ടോ ഫതുഅല്ലിമുഹാ ഇയ്യാ, ഈ വചനം ഇയാൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്താൽ അതിനേക്കാൾ വലിയൊരു സമ്മാനം മാനവരാശിക്ക് നൽകാൻ നിന്റെ കയ്യിലില്ല, നിനക്ക് നൽകാൻ ഈ പ്രകൃതിയിലുമില്ല എന്ന പുണ്യ റസൂൽ. ഈ പ്രപഞ്ചത്തിലെ നിന്ന് നിനക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം ഒരു യാഥാർത്ഥ്യത്തിന്റെ പൊരുളിൽ നീ എത്തിച്ചേരല. നിനക്ക് മാനവരാശിക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം നീ എത്തിച്ചേർന്ന യാഥാർത്ഥ്യ സത്യം മാനവരാശിക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ധർമ്മം നീ നിർവഹിക്കല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പൊരുളുകൾ അറിയുക, ചിന്തിക്കുക, മനനം ചെയ്യുക. പൊരുളുകൾ ഇനിയും ബാക്കിയാണ്. ആയിരം മഹാജ്ഞാനികൾ വന്നാലും പൊരുളുകൾ വീണ്ടും വീണ്ടും 1000 വിജ്ഞാനികളെ തേടിക്കിടക്കും. വീണ്ടും 10,000 ലക്ഷോപലക്ഷം ജ്ഞാനികളെ തേടി വീണ്ടും പൊരുളിന്റെ വചനങ്ങൾ ബാക്കിയായി തന്നെ കിടക്കും. മാനവരാശിക്ക് ഒരിക്കലും
പൊരുളുകൾ കണ്ടെത്തി പൂർത്തിയാക്കാൻ സാധ്യമല്ല. അതാണ് ഖുർആനിന്റെ സമ്പത്ത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസു യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.